നമസ്കാരം. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു സംഭവത്തിനാണ് നെടുമങ്ങാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയിലൂടെ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെ കാലം നീതിപീഠത്തെ കബളിപ്പിച്ച് വിചാരണയില്ലാതെ നീണ്ടുപോയ തൊണ്ടിമുതൽ അട്ടിമറി കേസിൽ മുൻ മന്ത്രിയും നിലവിലെ MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധിയെ തകർക്കാൻ ശ്രമിച്ചുവെന്ന ഗൗരവതരമായിട്ടുള്ള കണ്ടെത്തലിനെ തുടർന്ന് വിവിധ വകുപ്പുകളിലായി 3 വർഷം വരെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷി നേതാവുമായ ഒരാൾ ഇത്തരമൊരു ഹീനമായ കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ ഏറ്റ വലിയ തിരിച്ചടിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 1990-ൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച ചരസുമായി ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവാത്തോർ പിടിയിലായതോടെയാണ് ഈ കേസുകളുടെ തുടക്കം. അന്ന് തിരുവനന്തപുരം ബാർ കൗൺസിലിലെ യുവ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കോടതി ക്ലർക്കിന്റെ സഹായത്തോടെ കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റുകയും പകരം പ്രതിക്ക് പാകമാകാത്ത ചെറിയൊരു അടിവസ്ത്രം അവിടെ വയ്ക്കുകയും ചെയ്തു. ഈ തിരിമറിയിലൂടെ തൊണ്ടി മുതൽ പ്രതിയുടേതല്ലെന്ന് തെളിയിക്കാനും ഹൈക്കോടതിയിൽ നിന്ന് പ്രതിയെ നിരൂപാധികം വിട്ടയപ്പിക്കാനും സാധിച്ചു. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട വ്യക്തി അഭിഭാഷകനായിരുന്ന കാലത്ത് നടത്തിയ ഈ ഗൂഢാലോചന നീതിന്യായ വ്യവസ്ഥയോടുള്ള കടുത്ത വഞ്ചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ശിക്ഷാവിധിയുടെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവും തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. കൂടാതെ കള്ളത്തെളിവ് ഉണ്ടാക്കിയതിന് 3 വർഷം തടവും കോടതി വിധിച്ചു. ഈ ശിക്ഷകൾ പ്രകാരം ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം അത് റദ്ദാക്കപ്പെടുമെന്ന് ഉറപ്പാണ്. കേസ് CJM കോടതി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ലഹരി മരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഒരു ജനപ്രതിനിധിയും കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് നടത്തിയ ഈ ക്രിമിനൽ നടപടി അത് രാജ്യത്തെ നിയമവാഴ്ചയ്ക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 3 പതിറ്റാണ്ടോളം വിസ്മൃതിയിലാണ്ടുപോയ ഈ കേസിനെ വിധിയിലേക്ക് എത്തിക്കുന്നതിൽ മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവൽ നടത്തിയ ഇടപെടലുകൾ ചരിത്രപരമാണ്. 2006-ൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടും 16 വർഷത്തോളം വിചാരണ തുടങ്ങാതെ കേസ് ഫയലുകൾക്കിടയിൽ അമർന്നു പോയപ്പോൾ പത്രപ്രവർത്തനത്തിന്റെ അന്വേഷണാത്മകമായ കരുത്തിലൂടെ അദ്ദേഹം ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. കേസിൽ വഞ്ചനാ കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തതോടെയാണ് ആന്റണി രാജുവിനെതിരായ നിയമക്കുരുക്ക് മുറുകിയത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു കേസിനെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കുന്നതിൽ മാധ്യമപ്രവർത്തനത്തിന്റെ ഈ നിശ്ചയദാർഢ്യം വലിയ പങ്കുവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 4 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വന്നിരിക്കുന്ന ഈ ഒരു വിധി അത് ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണപക്ഷത്തെ ഒരു പ്രമുഖ നേതാവ് ലഹരിമരുന്ന് കേസിലെ പ്രതിയെ സഹായിക്കാൻ തൊണ്ടി മുതൽ അട്ടിമറിച്ചുവെന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമായി മാറുന്നതായിരിക്കും. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ ആന്റണി രാജുവിന് ലഭിച്ച സംരക്ഷണം സർക്കാരിനെതിരായ പ്രധാന ആയുധമായി പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പൊള്ളത്തരമാണ് ഈ കേസ് തെളിയിക്കുന്നത് എന്ന വിമർശനം ജനങ്ങൾക്കിടയിൽ സർക്കാരിൻ്റെ വിശ്വാസ്യത കുറയാനായിട്ട് ഇപ്പോൾ കാരണമായിട്ടുണ്ട്. ചുരുക്കത്തിൽ അഡ്വക്കേറ്റ് ആന്റണി രാജു എന്ന നിയമജ്ഞനിൽ നിന്ന് ആരംഭിച്ച് മന്ത്രി പദവിയിൽ വരെ എത്തിയ ഒരു രാഷ്ട്രീയ ജീവിതം ഇന്ന് ജയിലറയുടെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയെയും ജനങ്ങളെയും ഒരുപോലെ കബളിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആ ഒരു കറ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മായാതെ നിൽക്കുന്നതായിരിക്കും. ഒരു മുൻ മന്ത്രിക്കും നിലവിലെ MLA-യ്ക്കും ലഭിച്ചിരിക്കുന്ന ഈ കടുത്ത ശിക്ഷാവിധി ഭരണഘടനയ്ക്കും നിയമത്തിന് മുകളിലല്ല ഒരു വ്യക്തിയും എന്ന ജനാധിപത്യപരമായിട്ടുള്ള സത്യത്തെ ഉറപ്പിക്കുന്നതാണ്. അഴിമതിയും ക്രിമിനൽ പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തിൻ്റെ തണലിൽ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും നീതി വൈകിയാണെങ്കിലും നടപ്പിലാകുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഈ സംഭവം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തും.